വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന റവ വെച്ചുള്ള ഉപ്പുമാവാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ഉപ്പുമാവ് ഉണ്ടാക്കാനായിട്ട് 1 കപ്പ് റവ എടുത്തിട്ടുണ്ട്. ഉപ്പുമാവ് റവയാണ് എടുത്തിരിക്കുന്നത്. 1 ഉള്ളി, 2 പച്ചമുളക്, 1 ചെറിയ തക്കാളി. ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാനിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. നെയ്യോ വെളിച്ചെണ്ണയോ ഏതാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്തിട്ടുണ്ട്. കടുക് ഒന്ന് പൊട്ടിയൊക്കെ വരട്ടെ. കടുക് കണ്ട് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 തണ്ട് കരിവേപ്പില ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഉഴുന്ന്, 1 ടീസ്പൂൺ കടലപ്പരിപ്പ്. ഇതൊന്ന് നന്നായിട്ട് ചൂടാക്കിയെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കിതൊന്ന് ചൂടാക്കിയെടുക്കാം. അതിലേക്ക് 2 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ചെറുതായോ അല്ലെങ്കിൽ നീളത്തിലോ നമുക്കിതരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഡിന്നറിനോ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിനോ ഒക്കെ പറ്റുന്ന നല്ല ഒരു ഉപ്പുമാവാണിത്. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രീൻ പീസൊക്കെ ചേർക്കാവുന്നേ ഉള്ളൂ. ഗ്രീൻ പീസ്, ക്യാരറ്റ് ഒക്കെ ചേർത്ത് വേണമെങ്കിലും ഇതുപോലെ തയ്യാറാക്കാവുന്നേ ഉള്ളൂ. പച്ചമുളകിൻ്റെ പച്ച സ്മെല്ലൊക്കെ മാറി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. സവാള നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കണം. സവാള നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കണം. തക്കാളി തീരെ ചെറുതായി അരിഞ്ഞു കൊടുക്കണം. അപ്പോൾ നന്നായിട്ടത് മിക്സ് ആവും. പെട്ടെന്ന് നമുക്ക് അതിൻ്റെ കൂടെ വഴറ്റിയെടുക്കാൻ പറ്റും. നല്ല പഴുത്ത തക്കാളി നോക്കിയെടുക്കണം. ഉള്ളിയും തക്കാളിയൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റാം. അതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന 1 കപ്പ് ഉപ്പുമാവ് റവ ചേർത്ത് കൊടുക്കുക. ഇനി റവയുടെ പച്ചവാസന മാറുന്ന വരെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. ലോ ഫ്ലെയിമിൽ വെച്ച് ഇതെല്ലാം ചേർത്തൊന്ന് മിക്സാക്കി എടുക്കാം. വറുത്ത റവയാണെങ്കിൽ നമ്മളിത് മുഴുവൻ്റെ കൂടെ ചൂടാക്കണം നന്നായിട്ട്. 2 മിനിറ്റ് സമയത്തോളം തീ കുറച്ച് വെച്ച് വഴറ്റിയെടുക്കുക. ഇനി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് തിളപ്പിച്ച് വെച്ചിരുന്ന വെള്ളമാണ്. നമ്മൾ 1 കപ്പ് റവ എടുക്കുമ്പോൾ 3 കപ്പ് വെള്ളമാണ് എടുക്കേണ്ടത്. തിളപ്പിച്ച വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. തീ കുറച്ച് വയ്ക്കണം. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മളിതിങ്ങനെ ഇളക്കി കൊടുക്കാനായിട്ട്. ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇതിനെ ഒന്ന് അടച്ചു വെച്ച് തീരെ കുറച്ച് വെച്ചെടുക്കാം. അപ്പം അതിനകത്തെ വെള്ളമെല്ലാം വറ്റി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. 1/2 ടീസ്പൂണോളം നെയ്യോടെ അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. ലാസ്റ്റിൽ ചേർക്കുമ്പോൾ നമ്മുടെ ഉപ്പുമാവിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. തേങ്ങ തിരുമ്മിയത് നമുക്കിതിൻ്റെ കൂടെ ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. അപ്പം അങ്ങനെ നമ്മുടെ റവ ഉപ്പുമാവ് തയ്യാറായിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യണം.
നിങ്ങളുടെ നിർദ്ദേശങ്ങളൊക്കെ പറയണം. എല്ലാവർക്കും ബായ്.